താടിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടത് നോക്കി വാനിലെ താരകൾ വിസ്മയമോടത് നോക്കി മഞ്ഞു പെയ്യും നടുത്തരാവിൽ നരിരം പാടി വളകമാൻ മഞ്ഞു പെയ്യും നടുത്തരാവിൽ നരിരം പാടി വളകമാൻ ഉറങ്ങരുതേ പാരി സന്മനസ്സുള്ളവ കായിതാ പാരിന്റെ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു സ്വർഗം താടിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടത് നോക്കി വാനിലെ താരകൾ വിസ്മയമോടത് നോക്കി. Hi friends, welcome to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അങ്ങനെ ഡിസംബർ ആയി, നിങ്ങളൊക്കെ 25 നോമ്പ് നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ക്രിസ്മസ് സീസണിൽ നമ്മുടെ ലിറ്റിൽ ഹാർട്സ് ഒന്ന് അടിമുടി മാറുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ പുതിയ സെഗ്മെൻറ്റുകളാണ്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് അഡ്വെൻറ്റ് ജേർണി ആണ്. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഉണ്ണീശോയുടെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ആലങ്ങാട് കുന്നേൽ പള്ളിയിലേക്കാണ്. നമുക്ക് അവിടം വരെ പോയി അവിടുത്തെ വിശേഷങ്ങളും കണ്ട് പ്രാർത്ഥിച്ചിട്ട് വന്നാലോ? ഈശോ മിശിഹായിക്ക് കുഞ്ഞുങ്ങളെ, നമ്മുടെ പള്ളിയുടെ പേരെന്നാണ്? കുന്നേപ്പള്ളിയിൽ ആരാ ഉള്ളേ? ഉണ്ണീശോയുള്ള പള്ളിയാണ് കുന്നേപ്പള്ളി അല്ലേ? ഈ പള്ളിയിൽ ഉണ്ണീശോയെ കാണാനാണ് ഓരോരുത്തരും വരുന്നേ. ഇവിടെയുള്ള ഏറ്റവും വലിയ അത്ഭുതമുള്ള രൂപം ഏതാ? എവിടെ ഇരിക്കണേ? ഇരിക്കണതല്ലേ? ആ രൂപം എങ്ങനെയാ ഇവിടെ വന്നതെന്നറിയാവാ? അറിയാവാ? ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പള്ളി എവിടെയാ ഇരിക്കണേ? ഒരു കുന്നിലല്ലേ? ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, ഇതൊരു കുന്നാണ് അല്ലേ? ഈ കുന്ന് പണ്ട് എന്തായിരുന്നു? കാടായിരുന്നു അല്ലേ? കാടായിരുന്നു. ആ കാട്ടില് റോഡില്ലായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ ആട്ടിടയന്മാര് ഇങ്ങനെ കാലികളെ മേയ്ക്കാൻ വേണ്ടി വരുമായിരുന്നു. അവര് വന്നപ്പോ ഒരു ദിവസം ഇവിടെ വെച്ച്, ഈ സ്ഥലത്ത് വെച്ച് ഒരു ഉണ്ണീശോയുടെ രൂപം കണ്ടു. അപ്പൊ അവരെന്താ ചെയ്തേ? എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയാവാ? ആ രൂപം എടുത്ത് ആലങ്ങാട് പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്ത്? അവിടുത്തെ വികാരിയച്ഛനൊക്കെ അത് അവിടെ സൂക്ഷിച്ചു വെച്ച് അവിടെ വെച്ച് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? ആലങ്ങാട് പള്ളിയിലെ ഉണ്ണീശോയുടെ രൂപം കാണാനില്ല. അപ്പൊ എല്ലാവർക്കും എന്തായി? സങ്കടായി, വിഷമായി. പിന്നെയും കുറെ നാൾ കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചേ? ഇവിടെ വന്ന കാലികളെ മേയ്ക്കാൻ വന്ന നിങ്ങളെ പോലത്തെ കുഞ്ഞുങ്ങള് വീണ്ടും ഇവിടെ ആ ഉണ്ണീശോയുടെ രൂപം കണ്ടു. അത് ഏത് രൂപമാണ്? അൾത്താരയില് മുകളിൽ ഇരിക്കണ ആ രൂപം അല്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ ആലങ്ങാട് പള്ളിയിലെ വികാരിയച്ഛനും ഇവിടുത്തെ അന്നത്തെ മെത്രാനും ഒക്കെ പറഞ്ഞ് ആ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കാൻ വന്നു അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കുന്നേ പള്ളി ഉണ്ടാവണേ. ഇവിടെ വന്നിട്ട് ആളുകൾ എന്തിനു വേണ്ടിയൊക്കെയാ പ്രാർത്ഥിക്കണേ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കും. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേ? കല്യാണം നടക്കാത്തവര് പ്രാർത്ഥിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് രോഗം ഉണ്ടായാൽ അത് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഇത് ആരുടെ പള്ളിയാണ്? അപ്പം ഉണ്ണീശോയുടെ പള്ളി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പള്ളിയാണിത്.
അല്ലേ? ഈ ഉണ്ണീശോനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉണ്ണീശോനെ എവിടെയാ കണ്ടേക്കണേ നിങ്ങള്? നിങ്ങളുടെ പള്ളിയുടെ പേരെന്നാണ്? ആ, നമ്മുടെ കുന്നേപ്പള്ളിയിലെ ഉണ്ണീശോയുടെ പ്രത്യേകതയാണിത്. ഇതെന്നതാണ് ശരിക്കും? ഉണ്ണീശോ എവിടെയാ കിടക്കണേ? ഇപ്പൊ നമ്മുടെ ഉണ്ണീശോ കുഞ്ഞായിട്ട് വന്ന് നിൽക്കുക. എന്തിനാണെന്ന് അറിയാവാ? ഉണ്ണീശോനെ നമ്മൾ ഇങ്ങനെ ആട്ടി ആട്ടി തൊട്ടിലിട്ട് ആട്ടി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം. ദൈവം എന്തിനാ മനുഷ്യനായേ? എന്തിനാ ദൈവം മനുഷ്യനായേ? നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിലായിരിക്കാനാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ തോളത്ത് കൈവയ്ക്കാൻ, അല്ലേ? അതിനല്ലേ ഈശോ മനുഷ്യനായത്. ഈ തൊട്ടിലിൽ ഈശോ കിടക്കണതും അതുകൊണ്ടാണ്. നമ്മളോട് ഈശോയ്ക്ക് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അകന്നു പോയാൽ എന്ത് സംഭവിക്കും? ഈശോയ്ക്ക് വിഷമാവുക. അപ്പം എപ്പോ പള്ളിയിൽ വന്നാലും ഈശോയോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഇപ്പൊ നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പം ഈ ക്രിസ്തുമസിൽ എന്താ സംഭവിക്കണേ? ദൈവം മനുഷ്യനായിട്ട് വന്നു, നമ്മുടെ കൂട്ടത്തിൽ വന്നു, നമ്മുടെ കൂട്ടത്തിൽ തോളത്ത് കൈയിടാൻ വേണ്ടി വന്നു, നമ്മളുടെ കൂട്ടത്തിൽ ചിരിക്കാൻ വേണ്ടി വന്നു. നമ്മളിങ്ങനെ ഈശോയെ തൊട്ടിലിട്ട് ആട്ടി ഇങ്ങനെ പുന്നാരിപ്പിക്കുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണത്. നിങ്ങൾ നന്നായിട്ട് വീട്ടിലും കൂട്ടുകാരോടും ഒക്കെ പെരുമാറുമ്പം നിങ്ങൾ ഈശോയെ പുന്നാരിപ്പിക്കുകയാണ്. മനസ്സിലായ? അപ്പൊ എന്തിനാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണ്ടേ? ഈശോയോടുള്ള പേടി പോണം. മനസ്സിലായ? പേടിക്കരുതും ഈശോയെ. ഈശോയോടുള്ള പേടി കൊണ്ടല്ല പള്ളിയിൽ വരണ്ടേ, ഈശോയെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോ എന്താ സംഭവിക്കണേ? നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാ നമ്മള്? ഇല്ല. ഈശോയ്ക്ക് വേദനിക്കണത് ഒന്നും നമ്മൾ ചെയ്യല. മനസ്സിലായ? അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു സുഹൃദയപം പറഞ്ഞാലാ? ഈ തൊട്ടിൽ എല്ലാവരും കൈ പിടിച്ചേ, ഒരു ചെറിയ കൈ പിടിച്ചേ. ചെറുതായിട്ട് നമുക്കിനെ ആട്ടാം. എന്നിട്ട് നിങ്ങൾ ഈ സുഹൃദയപം ഉറക്കെ ചൊല്ലണം. ഞങ്ങളുടെ ഉണ്ണീശോയെ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പേടി മാറ്റണമേ. ഇനി ഈ തൊട്ടിൽ കിടക്കണ ഉണ്ണീശോയെ ഒന്ന് തൊട്ടിങ്ങനെ മുത്തിക്ക് എല്ലാവരും. എല്ലാവരും മുത്തിയില്ലേ? ഇനി ഈശോയ്ക്ക് നമുക്ക് എല്ലാവരും കൊണ്ട് ഒരുമിച്ച് ഒരു സ്തുതി കൊടുത്താലാ? ഈ തൊട്ടിൽ കിടക്കണ ഈശോയ്ക്ക് നമുക്ക് ഒരുമിച്ച് സ്തുതി കൊടുക്കാം കേട്ടാ. ഈശോ മിശിഹായിക്ക്. എല്ലാവർക്കും കുന്നേൽപ്പള്ളിയുടെ കഥയും ചരിത്രവും ഒക്കെ ഇഷ്ടമായോ? അച്ഛൻ പഠിപ്പിച്ചു തന്ന സുഹൃത ജപം അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണുന്നത് വരെ മറക്കാതെ ചെല്ലണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയി നമ്മൾ പല പല കഥാപാത്രത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ സാന്റാ ക്ലോസ്, അതുപോലെ റെഡ് നോസ് റെയിൻഡിയേഴ്സ്, ക്രിസ്മസ് എൽഫ്സ്. അവരുടെയൊക്കെ പിന്നിൽ വളരെ രസകരമായുള്ള കഥകളാണുള്ളത്. നമുക്ക് ആ കഥകളൊക്കെ ഒന്ന് കേട്ടു നോക്കിയാലോ? ലെറ്റ്സ് ഗോ ടു ജിംഗിൾ ബെൽ സ്റ്റോറി ടൈം. എന്താണ് ഡ്രോയിങ് കോമ്പറ്റീഷൻ? അത് എല്ലാരും കളർ അടിക്കുന്നേ? എന്താ പരിപാടി? ആണോ? ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാറ്റീസത്തിന്റെ അതിനുള്ളതാണോ ഈ സാധനങ്ങളൊക്കെ? എല്ലാരും വരയ്ക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താ സാധനങ്ങൾ ഈ വരയ്ക്കുന്നേ? മാൻകുട്ടി എന്ന് പറയും. ഇതെന്താ ഈ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്താ പടങ്ങളിലൊക്കെ കാണാണ്ട് ക്രിസ്മസിന്റെ? അതുകൊണ്ട് ഗ്രീറ്റിംഗ് കാർഡിൽ കാണുന്ന സാധനം നിന്റെ കാണിച്ചേ. നീ ഇതെന്തിനാ ഇവിടെ ഈ റെഡ് കളറിൽ വരച്ചേക്കണേ? പടങ്ങളില് ഈ മാനിനൊക്കെ കാണുമ്പോ ഈ മാനിന് റെഡ് അല്ലേ? ക്രിസ്മസിന്റെ മാൻ അല്ലാതെ വേറെ ഏതെങ്കിലും മാനിന് നിങ്ങൾ ഇങ്ങനെ റെഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല.
ഈ റെഡ് മാന് എന്തിലാ കാണാറുള്ളേ? ക്രിസ്മസ് കാർഡില്. അതിൽ എന്തായിട്ടാ കാണുന്നേ? ഒരു വണ്ടിയിൽ കാണാൻ. വണ്ടിയില് അതേതാ? ക്രിസ്മസിന്റെ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ എപ്പോഴും. ഏത് പാട്ടാ അറിയാവോ? ഏത് പാട്ടാന്ന് അറിയോ പാട്ട്? ഒന്ന് പാടിക്കാ അറിയാത്ര രണ്ടിലേ. Jingle bells, jingle all the way. All fast is to rise in a wonderful soft day. Hey, jingle bells, jingle all the way. ഓക്കെ, അതില് നിങ്ങൾ എന്താ പറഞ്ഞ ലാസ്റ്റ്? On the way. ഒരു മഞ്ഞുവണ്ടിയിലല്ലേ, വൺ ഹോസ് Open sleigh. അപ്പൊ അതില് ഒരു സാന്റ ഓടിച്ചോണ്ട് വരുന്ന വണ്ടിയിലുള്ള മാനാണ് ഈ മാന്. ഈ മാനിന് മറ്റു മാനിൽ നിന്നുള്ള വ്യത്യാസമാണ് ഈ റെഡ് മൂക്ക്. ഈ ആളുടെ പേരാണ് റുഡോൾഫ്. എന്താണ്? റുഡോൾഫ് റെയിൻഡിയർ എന്നാണ് ഈ റെഡ് നോസ് ഉള്ളത്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാ മാൻകുട്ടികളും ഈ ഒരു റെഡ് അല്ല നോസ്. അപ്പൊ ബാക്കി എല്ലാവരും ഇവനെ കൂടെ കൂട്ടൂല. ഇപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ അവരെ മാറ്റി നിർത്തും അല്ലേ? അതുപോലെ ഈ റുഡോൾഫിനെ ആരും കൂടെ കൂട്ടില്ല. മാൻകുട്ടികൾ കളിക്കുമ്പോൾ ഇവന് സങ്കടം വരും. ഈ റുഡോൾഫിനെ മാറ്റി നിർത്തും. എന്നിട്ട് ഇവർ പറയും, നിന്റെ മൂക്ക് ഇങ്ങനെ റെഡ് കളറാണ്, നിന്നെ മറ്റുള്ളവരുടെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇവനെന്നും സങ്കടം വന്ന് ഇവനിങ്ങനെ ഒരു മൂലയിലിരിക്കും. ബാക്കി മാൻകുട്ടികളൊക്കെ തുള്ളിച്ചാടി പുൽച്ചാടി അല്ലേ പുല്ല് തിന്നാൻ പോവും, പിന്നെ പുൽത്തകടിയിലൊക്കെ ചാടി കളിക്കും. അപ്പൊ ഇവനെ മാത്രം ആരും കൂടെ കൂട്ടില്ല. ഇവൻ ചെല്ലുമ്പോൾ ഇവനെ എല്ലാവരും ഓടിച്ചു വിടും. അപ്പൊ എന്നും നമ്മുടെ റുഡോൾഫ് റെയിൻഡിയറിന് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം, നമ്മുടെ നാടല്ല അല്ലേ, അവിടെയൊക്കെ ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഭയങ്കര മഞ്ഞൊക്കെ ഉള്ളതല്ലേ. അപ്പോ ഈ ഒരു ദിവസം മഞ്ഞുള്ള ഒരു ദിവസം ഭയങ്കരമായിട്ട് മഞ്ഞ് വന്നു. നല്ല മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല, പെട്ടെന്ന് ഇരുട്ടാവുന്ന പോലെയാവും. അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാതെ ഈ കളിച്ചുകൊണ്ടിരുന്ന മാൻകുട്ടികളെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരിടത്തുനിന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് തെളിയുന്നു. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചത് എവിടെ നിന്ന് ഈ വെളിച്ചം വരുന്നവരൊന്നും കണ്ണ് കാണാണ്ട് ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുമ്പോൾ വേറൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയിലുള്ള ആളും കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്ന. അപ്പൊ ഇങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞു വരുന്നു. നോക്കുമ്പോൾ നമ്മുടെ റുഡോൾഫിന്റെ മൂക്കിന്റെ അറ്റത്തൊരു റെഡ് ബൾബ് പോലെ ഒരു സ്ഥലം, അതിങ്ങനെ തെളിഞ്ഞ് അവിടെയൊക്കെ വെളിച്ചമായി. അപ്പോ ഈ വെളിച്ചത്തില് റുഡോൾഫ് നോക്കുമ്പോൾ ഒരു വണ്ടിയിൽ ഒരാൾ വരുന്നു. അയാളാണ് നമ്മുടെ സാന്റ. സാന്റയുടെ വണ്ടിയിൽ വേറെ മാൻകുട്ടികളെയൊക്കെ കെട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അവർക്കൊന്നും കാണത്തില്ല. കണ്ണ് കാണാണ്ടായപ്പോ അവരൊക്കെ സ്ട്രക്കായി, വണ്ടി ബ്ലോക്കായി നിന്നു. സാന്റയുടെ വണ്ടി റൈഡ് ചെയ്തുകൊണ്ട് വന്ന മാൻകുട്ടികൾക്കൊന്നും കണ്ണ് കാണുന്നില്ല. അങ്ങനെ കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പുറപ്പെട്ട സാന്റ വഴിയിൽ ബ്ലോക്ക് ആവുകയാണ്. അപ്പോഴാണ് സാന്റയും ഈ വെളിച്ചം കാണുന്നത്. അങ്ങനെ ബാക്കി മാൻകുട്ടികളും സാന്റയും ഒക്കെ കൂടെ ഈ വെളിച്ചത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ കൂട്ടുകാരെല്ലാം കൂടെ ഒഴിവാക്കി നിർത്തി മൂലയിൽ നിന്ന് കരയുന്ന നമ്മുടെ റുഡോൾഫിനെ കാണുന്നത്. അപ്പൊ സാന്റ പറയും, അയ്യോ നിനക്ക് ഇത്രയും വെളിച്ചം ഉണ്ടായിരുന്നു, നിന്റെ മൂക്കിൽ നിന്നാണല്ലോ വെളിച്ചം വരുന്നത്. എന്നിട്ട് സാന്റ എന്ത് ചെയ്യുന്നോ, സാന്റയുടെ വണ്ടിയിലുണ്ടായിരുന്ന മറ്റേ മാൻകുട്ടികളെയൊക്കെ അഴിച്ച് ഒരു മൂലയിൽ നിർത്തും. എന്നിട്ട് പറയും, ഈ വെളിച്ചമുള്ള മാൻകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് രാത്രി ഗിഫ്റ്റുമായിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ ഈ റുഡോൾഫിനെ പിടിച്ച് സാന്റയുടെ വണ്ടി കിട്ടും. അപ്പൊ റോഡൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് ലൈറ്റായി സാന്റ സന്തോഷമായിട്ട് പോകും. അപ്പൊ റുഡോൾഫിന് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും കൊള്ളില്ല എന്നും പറഞ്ഞ് മോശക്കാരനാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അവന് സാന്റയുടെ വണ്ടി ഓടിക്കാൻ പറ്റിയില്ലേ. അപ്പൊ ബാക്കി മാൻകുട്ടികൾ ഇവനെ കളിയാക്കിക്കൊണ്ടിരുന്നവരൊക്കെ ആകെ നാണം കെട്ട് ചമ്മി അവിടെ നിന്നു. അപ്പൊ അവര് പരസ്പരം പറഞ്ഞു, മറ്റുള്ളവരെ നമ്മള് ഇത്രയും കാലം നമ്മൾ നമ്മുടെ റുഡോൾഫിനെ കളിയാക്കി, അവന് ഇത്രയും നല്ലൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പോ ഇനി ആരെയും ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല അല്ലേന്ന് അവര് ഒരു പാഠം പഠിച്ചു. അങ്ങനെ എല്ലാവരും മാറ്റി നിർത്തിയ ആളാണ് ആവശ്യ നേരത്തെ ഏറ്റവും ഉപകരിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ചിലരെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ അവൻ പഠിക്കില്ല, അവന്റെ വീട്ടില് കാശില്ല, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് നമ്മൾ പലരെയും മാറ്റി നിർത്തും അല്ലേ. അങ്ങനെ മാറ്റി നിർത്തരുതെന്നുള്ള ഒരു പാഠമാണ് ആര് നമുക്ക് പറഞ്ഞു തരുന്നേ? റുഡോൾഫ്. നല്ല കഥയാണോ? റുഡോൾഫിന്റെ കഥ ഇഷ്ടപ്പെട്ട? 1939 അമേരിക്കയില് ഉള്ള റോബർട്ട് എൽ മെയ് എന്ന് പറയുന്ന ഒരാള് രൂപം കൊടുത്ത ഒരു സാങ്കല്പിക കഥാപാത്രമാണ് റുഡോൾഫ്. നമ്മുടെ റെഡ് നോസ് റെയിൻഡിയറിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കഥ കേൾക്കുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കണേ. പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ ലിറ്റിൽ ഹാർട്സ് പ്രോഗ്രാം കാണാനും കൂടെ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇത്തവണ ആരൊക്കെയാണ് വീട്ടിൽ ക്രിസ്മസിന് പുൽക്കൂടും അതുപോലെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കുന്നത്? ഇതിനൊക്കെ നമുക്ക് കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആവശ്യമുണ്ട്.
അതൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കുന്നതിലും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇത്തവണത്തെ ക്രാഫ്റ്റ് സിറ്റിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ ക്രാഫ്റ്റ് സിറ്റിയിലേക്ക്. Hi friends, welcome back to a brand new episode of Craft City. Christmas is round the corner. So usually for Christmas, we do a lot of external works like preparing the crib, making a tree, and lots more. We decorate our houses and that is how we celebrate Christmas. As we all know, Christmas is a celebration of the birth of baby Jesus. So നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. വി ഗോ ടു അവർ ഫാമിലി ഹൗസസ് എക്സെട്ര. പക്ഷേ ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ക്രിസ്മസിൽ യൂഷ്വലി ബേബി ജീസസ് ഇസ് ബോൺ എക്സ്റ്റേണലി ഇൻ ഓൾ ദ ക്രിസ്മസ് ക്രിബ് എക്സെട്ര. പക്ഷെ നമ്മുടെ ഇൻറ്റേർണലി നമ്മുടെ മൈൻഡിലും ബേബി ജീസസ് ഉണ്ടാവണം. സോ ബർത്ത് ഓഫ് ജീസസ് ഷുഡ് ഹാപ്പൻ ഇൻറ്റേർണൽ ഇൻസൈഡ് അവർ ഹാർട്ട്. സോ ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വിത്ത് പേപ്പർ. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ് ആർ scissors, green colored A4 size papers, beads, and glue. So first we are going to take the A4 size paper. So നമ്മൾ ഇതുകൊണ്ട് ഒരു കോൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഷേപ്പ് കിട്ടാനാണ് കോൺ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് മറ്റേ സൈഡ് കേൾ ചെയ്താൽ മതി. സോ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. സോ ബിഫോർ കീപ്പിംഗ് ഇറ്റ് ലൈക്ക് ദിസ് വി നീഡ് ടു അപ്ലൈ ഗ്ലൂ ടു വൺ ഓഫ് ദ സെൻഡ്. സോ ഞാൻ ഈ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഇനി മറ്റേ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുത്താൽ മതി. സോ അത് ഒരു കോൺ ഷേപ്പിൽ വരും. ഇനി എക്സ്റ്റേണലായി ഇവിടെ വന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്യുവാണ്. സോ വി ഗോണ യൂസ് സിസേഴ്സ് ടു കട്ട് ദിസ്. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. യെസ്, സോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ ആർ കോൺ വിൽ ലുക്ക് ലൈക്ക്. ഇനി നമ്മൾ ഈ ട്രീനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. ഇതിന് ഒത്തിരി ലീഫൊക്കെ സൈഡിൽ വെക്കണം. സോ അതിന് വേണ്ടി വി വാണ്ട് ടു കീപ് ദിസ് അപ്പാർട്ട് ആൻഡ് ദെൻ ടേക്ക് ദി നെക്സ്റ്റ് A4 size പേപ്പർ ദാറ്റ് വി ഹാവ്. സോ ആദ്യം ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. സോ ഹാഫ് വേ നമ്മൾ ഫോൾഡ് ചെയ്തു. ദെൻ ഈ ഒരു ഹാഫിനെ ഒന്നും കൂടെ നമ്മൾ ഹാഫ് ആക്കാൻ പോവുക. സോ ദിസ് സൈഡ് and the other side also. ഇനി ഈ ഹാഫ് ഒന്നും കൂടെ നമ്മൾ ഹാഫ് ആക്കുവാണ്. സോ വി ബേസിക്കലി മേക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. നമുക്ക് കിട്ടുന്ന ആ ഒരു ന്യൂ ബോർഡർ വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡും ഒന്നും കൂടെ ഹാഫ് ആക്കുക. ഹാഫ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോ ദാറ്റ് യു കെൻ ഡു ഫസ്റ്റ് ഓർ യു കെൻ മേക്ക് ഇറ്റ് ഹാഫ് വൺസ് അഗൈൻ. സോ ഇനി ഹാഫ് ആക്കാനായിട്ട് ഇതിനെ ആദ്യം ഹാഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കേൾ ചെയ്യണം. നമ്മൾ ടേബിൾ ഫാനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലത്തെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് കിട്ടുന്നത്. സോ വിൽ ടേക്ക് ദ ഫസ്റ്റ് വൺ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണ്. സോ വെൻ വി സ്റ്റിക്ക് വി നീഡ് ടു ബി കെയർഫുൾ ദാറ്റ് വി ഡു നോട്ട് സ്റ്റിക്ക് ഇറ്റ് ഇൻസൈഡ്. ഇതിൻ്റെ ഈ ഒരു എഡ്ജ് മാത്രം ഗ്ലൂ ഒട്ടിച്ചാൽ മതി. സോ നമ്മൾ ഗ്ലൂ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എടുക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കേണ്ടത് ഒരു 4 എണ്ണം or 5 എണ്ണം ഉണ്ടാക്കിയാൽ മതി. ഇറ്റ്സ് അപ് ടു യു. കാരണം നമ്മൾ നമ്മുടെ ട്രീനെ കവർ ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വി നീഡ് ടു ഫോൾഡ് ദിസ് സൈഡ്. സോ ഒരു പെർട്ടിക്കുലർ മെഷർമെൻറ്റ് എടുക്കുക. സോ ഇഫ് യു വോണ്ട് യു കെൻ ടേക്ക് ഇറ്റ് ലാർജർ. നമ്മളിതിനെ ഫോൾഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ ചെറിയ ലെങ്ത്തിലാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അപ് ടു യു. ലൈക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ലെങ്ത്തിൽ എടുക്കാം. സോ ഉള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഒരു ലോങ്ങർ വണ്ണം എടുക്കുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ വിട്ടുള്ള എടുക്കുന്നെങ്കിൽ അത് കുറച്ചും കൂടെ വലുതായിരിക്കും. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. സോ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുവാണ് ഇങ്ങനെ. നോ വി ഗോണ ഓപ്പൺ ദിസ്. സോ നമുക്ക് ആ ഒരു മാർജിൻ കിട്ടും. നമ്മൾ ഫോൾഡ് ചെയ്ത ആ ലൈൻ കിട്ടും. സോ അത് കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ഗോണ കട്ട് ദിസ്. സോ കട്ട് ചെയ്യാൻ നേരം നമ്മൾ മുമ്പ് ഗ്ലൂ അപ്ലൈ ചെയ്ത സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യത്തില്ല. അല്ലാതെ മറ്റേ സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ വി ഡോണ്ട് നോട്ട് കംപ്ലീറ്റ്ലി കട്ട് ഇറ്റ് ഔട്ട്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു എഡ്ജ് ഒരു പോർഷൻ ഒരു 3/4 പോർഷനാണ് കട്ട് ചെയ്യുന്നത്.
കംപ്ലീറ്റ്ലി കട്ട് ചെയ്താൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റിക്ക് ഇറ്റ്. സോ നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനിൽ തന്നെ ഒരേ ലൈനിൽ കട്ട് ചെയ്ത് പോയാൽ മതി. സോ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ലൈനും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത് അതിൻ്റെ ഒരു 3D എഫക്റ്റ്, 3D ലൈക്ക് 2D അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ട്രീയിലേക്ക് ഇത് ഹാങ് ചെയ്യുമ്പോഴത്തേക്കും ട്രീയിൽ അതിൻ്റെ ബ്രാഞ്ചസും ലീവ്സിൻ്റെ ഒരു അപ്പിയറൻസ് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഞാൻ ഈ ഉണ്ടാക്കിയ ഈ ഷേപ്പ് ഇതുപോലെ ഒരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ കൂടുതൽ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രീയിലേക്ക് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പം എക്സ്ട്രാ വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെയാണ് വെക്കുന്നത്. സോ എക്സ്ട്രാ ലെയേഴ്സ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഉണ്ടാക്കേണ്ടി വരും. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റിക്ക് ദിസ്. സോ ഇതിൻ്റെ ഓരോ സൈഡും ഈ ഒരു നമ്മൾ ഫോൾഡ് ചെയ്യാത്ത പോർഷൻ നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണ് ഇവിടേക്ക്. സോ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ് ആ എഡ്ജിലേക്ക്. ഇനി ഇത് ഈ കോണിൻ്റെ ബേസിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. സോ നമ്മളിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ മേലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്യാം, ഓർ യു ക്യാൻ ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ് ലൈക്ക് ദിസ്. കാരണം കട്ട് ചെയ്താലും സ്റ്റിക്ക് ചെയ്താലെങ്കിലും ഇത് സെയിം തിങ് തന്നെയാണ്. കാരണം അതൊന്നും കൂടെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കും എന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ലെയർ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് വിടുക, കാരണം നമ്മുടെ കോണിൻ്റെ ഷേപ്പ് മാറാതിരിക്കണം. ഓക്കെ, നൗ സെക്കൻഡ് ലെയർ ഓൾസോ ദ സെയിം തിങ്. നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യുകയാണ് മേളിൽ ഇവിടം വരെ എത്തുന്നിടം വരെ. ഇതിന് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ലെയേഴ്സ് കൂടുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും സ്റ്റിക്ക് ചെയ്യാൻ, കാരണം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഇറ്റ്സ് ജസ്റ്റ് പേപ്പർ. സോ അത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്റ്റിക്ക് ആയിക്കോളും. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ലെസ് സീരിയസ് എയർ. സോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. So these are something that we can gift to our family, friends. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. യൂഷ്വലി വി കാൺട്ട് ഗിഫ്റ്റ് എ ലാർജ് ട്രീ ഓർ സംതിങ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ട്രീ ഒന്നും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഡസൻ കൺസ്യൂം മച്ച് ടൈം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് പോർഷനും കൂടെ ഇനി ചെയ്യാനുള്ളത്. ടോപ്പ് പോർഷൻ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ കോണിൻ്റെ ഷേപ്പിനൊന്നും പറ്റില്ല, കാരണം നമ്മൾ ഇത് മൊത്തം ഇത് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഈ പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പം അത് അതിനെ നോക്കത്തില്ല. ഇറ്റ് ഡസൻ മാറ്റർ. സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ട്രീ ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഉള്ളിലത്തെ പോർഷൻ ജസ്റ്റ് ഒന്നും കൂടെ ആ കോണിൻ്റെ സർഫസ് ഒന്നുകൂടെ ക്ലിയർ ആക്കുക, ഒന്നുകൂടെ സർക്കിൾ ആക്കുക. നമ്മുടെ കോണിൻ്റെ ഷേപ്പ് ആവണമല്ലോ. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയാൽ മതി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റിക്ക് ദ ബീഡ്സ്. സോ ഡിഫറെൻറ്റ് കളറിലുള്ള ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുകയാണ്. സോ സ്റ്റിക്ക് ചെയ്യുമ്പം എല്ലാ ലീഫിലേക്കും സ്റ്റിക്ക് ചെയ്യണം എന്നില്ല, കാരണം യൂഷ്വലി നമ്മൾ ക്രിസ്മസ് ട്രീയിലെ എല്ലാ ട്രീസും നമ്മൾ ഒരു പെർട്ടിക്കുലർ ബീഡ്സ് വെച്ച് സ്റ്റിക്ക് ചെയ്യാറില്ല. സോ എല്ലാം വേണമെങ്കിലും ചിലതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് കാണുമ്പം ഡിഫറൻസ് തോന്നുന്ന പോലെ, നമ്മൾ നോർമൽ ഒരു ട്രീ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ അതിലേക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റിക്ക് ദ ബീഡ്സ്. സോ സ്മോൾ ബീഡ്സും ലാർജ് ബീഡ്സും ഞാൻ എടുത്തിട്ടുണ്ട്. സ്മോൾ ബീഡ്സ് എല്ലാം മേലിലേക്കും ലാർജർ ബീഡ്സ് താഴെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. സോ റാൻഡംലി ഓരോ സൈഡിലും ഈ ബീഡ്സ് സ്റ്റിക്ക് ചെയ്താൽ മതി. സോ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതാണ് നല്ലത്, കാരണം ദാറ്റ് വിൽ ലുക്ക് എ ബിറ്റ് മോർ പ്രിറ്റിയർ. ലൈക്ക് സെയിം കളേഴ്സ് ഉള്ള ബീഡ്സ് ഒന്നും നമ്മൾ നോർമലി സ്റ്റിക്ക് ചെയ്യില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മെറ്റാലിക് ആയിട്ടുള്ള ബോൾസാണ്. സോ അങ്ങനത്തെ ബോൾസ് അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് തെർമോക്കോൾ ബോൾസ്. തെർമോക്കോൾ ബോൾസ് ആർ ലൈക്ക് എ ബിറ്റ് മോർ ഈസിയർ ടു സ്റ്റിക്ക്. അത് പേപ്പർ, ഇച്ചിരി പേപ്പർ പോലത്തെ സാധനമായതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ ഈസിയാണ്. ഇത് ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് ദെൻ ഇറ്റ് വിൽ സ്റ്റിക്ക് ഓൾസോ. Okay, so that's all.
Our Christmas tree is ready. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനത്തെ സ്മോൾ സാധനങ്ങളൊക്കെ നമുക്ക് ഇടാം. ഈ ബീഡ്സ് മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് ഓൾസോ. സോ താങ്ക് യു. മെറി ക്രിസ്മസ്. നമ്മുടെ ക്രാഫ്റ്റ് സിറ്റി എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു അല്ലേ? പുൽക്കൂടിനകത്തൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിരിക്കും. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ടീനേജേഴ്സിനും യൂത്തിനും ഉള്ളതാണ്. പക്ഷേ ഇത്തവണ എല്ലാ പ്രാവശ്യത്തെയും പോലെയും ഒരു പ്രോബ്ലം സോൾവിങ് സെഗ്മെൻ്റ് അല്ല കേട്ടോ ഇത്. നമ്മൾ ഇത്തവണ നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൊണ്ട് കരോൾ സോങ്സ് പാടിപ്പിക്കാൻ പോവാം. എല്ലാവർക്കും കരോൾ സോങ്സ് ഇഷ്ടമല്ലേ? അല്ലെങ്കിലും കരോൾ സോങ്സ് ഇല്ലാതെ എന്ത് ക്രിസ്മസ്? നമുക്ക് പോയാലോ കരോൾ സോങ്സ് കേൾക്കാൻ? ദൈവം പിറക്കുന്നു മനുഷ്യരായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ 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 മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പാതിരാവിൽ മഞ്ഞേ തീരനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ 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 മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. നമ്മുടെ കരോൾ സോങ്സ് എല്ലാവർക്കും ഇഷ്ടമായോ? ഒരു ക്രിസ്മസ് വൈബ് ഫീൽ ചെയ്തു അല്ലേ? നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചാലോ? അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം സ്റ്റേ ട്യൂൺഡ്. അതുവരെ ബൈ ബൈ. പിതാവിന്റെ നിത്യരെ ശ്രീകസൂരവാമുദയസുരൻ പ്രാഭവ പൂർണ്ണനായുയരുന്നിതാ പ്രതാപ